कार्यकर्ताओं की अनेक पीढ़ियों ने बीजेपी का झंडा बुलंद रखा है। राजनीतिक हिंसा के बीच भी अपनी विचारधारा और देशभक्ति के प्रति कमिटेड रहने वाली कार्यकर्ताओं की हर पीढ़ी को आज मैं सर झुका करके नमन करता हूं। കേരളത്തിൽ ബിജെപിയെ ശക്തിപ്പെടുത്തുന്ന നിങ്ങളുടെ ഇടയിൽ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖമുള്ള കാര്യമാണ്. വിപരീത പരിസ്ഥിതിയിലും കേരളത്തിലെ മുക്കിലും മൂലയിലുമുള്ള പ്രവർത്തകരുടെ പല തലമുറകൾ പാർട്ടിയുടെ പതാക ഉയരെ പാറിപ്പിക്കുന്നതിൽ വിജയിച്ചു. രാഷ്ട്രീയ അക്രമങ്ങളുടെ ഇടയിലും പ്രത്യയശാസ്ത്രത്തോടും ദേശഭക്തിയോടും അചഞ്ചലമായ വിശ്വാസമർപ്പിച്ച് ആ പ്രവർത്തകരുടെ തലമുറയെ ഞാൻ ശിരസ് നമിച്ച് ഇതാ വണങ്ങുന്നു. കേരളത്തിലെ एनडीए सहप्रवृत्तगरे केरला के लोगों का प्रेम, उनका स्नेह हमेशा ही मुझे अभिभूत करता है। कल जिस क्षण में कोच्चि पर उतरा तब से लेकर पूरे रास्ते भर हजारों लोग मुझे अपना आशीर्वाद देने आए। आज सुबह मैं गुरुवायूर और त्रिपायर मंदिर में दर्शन के लिए गया था। मंदिर के भीतर मैंने जनार्दन के आशीर्वाद की अनुभूति की और मंदिर के बाहर मुझे ईश्वर रूपी जनता जनार्दन के दर्शन हुए। हजारों की संख्या एक बार फिर लोग मुझे आशीर्वाद देने के लिए आए थे। ये मेरा सौभाग्य है। ये भावना अद्भुत है। संगठन की ये शक्ति, केरल के कार्यकर्ताओं का ये परिश्रम वाकई बहुत संतोष देने वाला है। കേരളത്തിലെ ജനങ്ങളുടെ ഇഷ്ടം, പ്രേമം, സ്നേഹം എന്നും എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇന്നലെ ഞാൻ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയത് മുതൽ വഴിയരികിൽ മുഴുവനും ആയിരക്കണക്കിന് ജനങ്ങളാണ് എന്നെ അനുഗ്രഹിക്കാൻ എത്തിയത്. ഇന്ന് രാവിലെ ഗുരുവായൂർ, തൃപ്രയാർ ക്ഷേത്രങ്ങൾ ദർശനത്തിന് പോയി. ക്ഷേത്രങ്ങൾക്കകത്ത് ജനാർദ്ദനന്റെ അനുഭൂതി ലഭിച്ചു. എന്നാൽ ക്ഷേത്രങ്ങളുടെ പുറത്ത് എനിക്ക് ഈശ്വര രൂപം പൂണ്ട ജനാർദ്ദനന്റെ ദർശനവും ലഭിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് വീണ്ടും എന്നെ അനുഗ്രഹിക്കാൻ വന്നിരുന്നത്. ഇതെന്റെ സൗഭാഗ്യമാണ്. ഈ വികാരം, ഈ ശക്തി, ഇത് അചിന്തിതമാണ്. ഇത് വളരെ അധികം സന്തോഷം എനിക്ക് നൽകുന്നു. കേരളത്തിലെ एनडीए सहप्रवृत्तगरे केरला बीजेपी के कार्यकर्ताओं का सामर्थ्य कितना बड़ा है, ये हमने कुछ दिन पहले त्रिशूर में हुए नारी शक्ति सम्मेलन में देखा है। मेरा जीवन का बहुत बड़ा हिस्सा तो संगठन के कार्यकर्ता के तौर पर काम करते हुए ही बीता है। इसलिए अपने अनुभव से मैं कह सकता हूं कि इतना विराट सम्मेलन एक मजबूत संगठन ही करा सकता है। ये दिखाता है
कि केरला में आप सभी कितनी मेहनत, कितनी अधिक मेहनत कर रहे हैं। കേരളത്തിലെ ബിജെപിയുടെ പ്രവർത്തകരുടെ കഴിവ് വളരെ വലുതാണ്. ഇത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന സ്ത്രീ ശക്തി സംഗമത്തിൽ കാണാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ വലിയ സമയം ഞാൻ സംഘടനാ പ്രവർത്തകരെന്ന നിലയിൽ പ്രവർത്തിച്ച് ചെലവഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ഇതുപോലെയുള്ള വലിയ സമ്മേളനം അത് നടത്തണമെങ്കിൽ ഒരു ശക്തമായ സംഘടനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന്. ഇത് നിങ്ങൾ കേരളത്തിൽ എത്ര പരിശ്രമിക്കുന്നു, എത്ര അധികം പരിശ്രമിക്കുന്നു എന്ന് കാണിച്ചു തന്നു. കേരളത്തിലെ എന്റെ സഹപ്രവർത്തകരെ, बीजेपी आज पूरे देश के हर क्षेत्र, हर वर्ग की पार्टी है। बीजेपी ही एकमात्र पार्टी है जिसके पास तेज विकास का ट्रैक रिकॉर्ड भी है और भविष्य का स्पष्ट विजन भी है। गरीब, महिला, युवा, किसान, मछुआरे, ये समाज के वो चार वर्ग है जिनके सशक्तिकरण से ही विकसित भारत का निर्माण होने वाला है। ये बीजेपी है जो गरीब कल्याण को सर्वोच्च प्राथमिकता देते हुए काम कर रही है। हमने गरीबों को मुफ्त राशन देने वाली योजना शुरू की और अब इसे 5 साल के लिए आगे बढ़ाया है। हमने गरीबों को मुफ्त इलाज की सुविधा दी, गरीबों को पक्के घर दिए, मुफ्त गैस कनेक्शन दिया। ऐसी योजनाओं से गरीबों का जीवन आसान हुआ है। ബിജെപി ഇന്ന് രാജ്യത്തെ എല്ലാ പ്രദേശത്തിലും എല്ലാ വിഭാഗങ്ങളുടെയും പാർട്ടിയാണ്. ബിജെപിക്ക് മാത്രമാണ് വേഗത്തിലുള്ള വികസനത്തിന്റെ ചരിത്രവും അതോടൊപ്പം ഭാവിയെ പറ്റി കൃത്യമായ കാഴ്ചപ്പാടുമുള്ളത്. പാവങ്ങൾ, സ്ത്രീകൾ, യുവാക്കൾ, കൃഷിക്കാർ, തൊഴിലാളികൾ എന്നിവർ ആ വിഭാഗങ്ങളാണ്. ആരെയാണോ ശക്തിപ്പെടുത്തേണ്ടത്, എങ്ങനെയാണോ വികസിത ഭാരതം സാധ്യമാവേണ്ടത്, അതിനാരെയാണോ ശക്തിപ്പെടുത്തേണ്ടത്, അതിവരാണ്. പാവങ്ങളുടെ ക്ഷേമത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ് ബിജെപി. നമ്മൾ പാവങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ഇപ്പോൾ അത് 5 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. നമ്മൾ പാവങ്ങൾക്ക് സൗജന്യ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു. അവർക്ക് നല്ല വീട് നൽകി, സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി. ഇത്തരത്തിലുള്ള പദ്ധതികളിലൂടെ നാം പാവങ്ങളുടെ ജീവിതം സുഖകരമാക്കി. साथियों, बीजेपी सरकार की प्राथमिकता है देश के सामान्य नागरिक की, आपकी कमाई बढ़े लेकिन बचत भी बढ़े। आयुष्मान भारत योजना के तहत 5 लाख रुपए तक का मुफ्त इलाज मिलने से बीजेपी सरकार की स्पष्ट नीति और निर्णयों का सकारात्मक असर आज देश में दिख रहा है। हाल में ही आई एक रिपोर्ट में आया है कि पिछले 9 वर्षों में देश में 25 करोड़ लोग, ये आंकड़ा याद रखिए, 9 वर्ष में 25 करोड़ लोग गरीबी से बाहर निकले हैं। जिस देश में 5 दशकों तक कांग्रेस जैसे दलों ने सिर्फ गरीबी हटाओ का नारा दिया, वहां सिर्फ 9 साल में लगभग 25 करोड़ लोगों का गरीबी से बाहर निकलना
ये बहुत बड़ी बात है। ये दिखाता है कि विकसित भारत बनने के लिए हमने जो दिशा तय की है, जिस रास्ते पर चल रहे हैं, वो रास्ता सही है।